Yo guys, this is Milan and welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ iOS 13.2 കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തായിരുന്നു. എക്സാമും തിരക്കുകളും കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കുറേ കൂട്ടുകാരെന്നോട് ചോദിച്ചു വീഡിയോ ഇടുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു iOS 13.2 വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ബട്ടണും നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനലിലെ ഇൻസ്റ്റഗ്രാം പേജ് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പോയി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ പോയി ഫോളോ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ 3D ടച്ച് നമുക്ക് തുടങ്ങാം. അതായത് നേരത്തെ iOS 13.1.3 അല്ലെ iOS 13.2 മുമ്പുള്ള ഏത് അപ്ഡേറ്റിലും നമ്മൾ ഒരു ഐക്കണിൽ 3D ടച്ച് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനിൽ 3D ടച്ച് ചെയ്യുമ്പം എനിക്ക് വരുന്ന 3D ടച്ചിൻ്റെ ഓപ്ഷൻസാണ് ഇതൊക്കെ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കാണാം ഷെയർ യൂട്യൂബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റീ അറേഞ്ച് ഓപ്ഷനാണുള്ളത്. നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യണം, ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റണമെങ്കിലും അല്ലെങ്കിൽ ജിഗിൾ മോഡിലേക്ക് പോകണമെങ്കിലും ഈ ഒരു റീ അറേഞ്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാവും. ഇപ്പം iOS 13.2 നമുക്ക് ആ ഒരു ഫീച്ചർ മാറിയേക്കുവാണ്. ഇപ്പം നമുക്ക് ആ ഒരു ഫീച്ചർ ചേഞ്ച് ആയി. നമ്മളിപ്പോൾ ഏതെങ്കിലും ഐക്കണിൽ 3D ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ, പുതിയൊരു ഓപ്ഷൻ കൂടെ വന്നു. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പോപ്പപ്പ് ആയിട്ട് വരും. നമുക്ക് ഡിലീറ്റ് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ 3D ടച്ച് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ജിഗിൾ മോഡിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. അതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ iPhone 11, 11 Pro, 11 Pro Max ഡിവൈസുകൾ ഉപയോഗിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇപ്പം ഒരു മുന്നറിയിപ്പും അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഡീപ്പ് ഫ്യൂഷൻ ടെക്നോളജി അവൈലബിൾ ആണ് നിങ്ങളുടെ ഫോണുകളിൽ. അതായത് 11 Pro, 11 Pro Max, 11 ഈ 3 ഡിവൈസുകൾ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഡീപ്പ് ഫ്യൂഷൻ ടെക്നോളജി അവൈലബിൾ ആണ്. പക്ഷേ ഇതിന് നമുക്ക് ഒരു ഇൻഡിക്കേഷനോ അല്ലെങ്കിൽ വാർണിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ ആ എടുക്കുമ്പം ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫോട്ടോ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പം ജസ്റ്റ് ആ ഒരു ഫോട്ടോയിൽ നമ്മൾ കാണാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്ലറിങ് അല്ലെങ്കിൽ ജെർക്കിങ് ആ ഒരു ഫോട്ടോയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡീപ്പ് ഫ്യൂഷൻ പിക്ചറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ആ ഒരു ഇൻഡിക്കേഷനോ കാര്യങ്ങളോ കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഫീസിബിൾ ആയിരിക്കും ആൾക്കാർക്ക് മനസ്സിലാകാനും അതേപോലെ കണ്ടുപിടിക്കാനും. സോ തീർച്ചയായിട്ടും ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ നമുക്ക് അങ്ങനത്തെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ സിറി ഡിക്റ്റേഷൻ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അത് നമ്മുടെ സെറ്റിങ്സിനകത്ത് പോവുക, നേരെ താഴെ പോകുമ്പം പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലേറ്റവും താഴെ പോകുമ്പോൾ നമുക്കിവിടെ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാം അനാലിറ്റിക്സ് ആണ് ഇമ്പ്രൂവ്മെൻറ്റ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. ഇംപ്രൂവ് സിറി ആൻഡ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ. ഈ ഒരു ഫീച്ചർ ആപ്പിൾ ഇവിടെ കൊണ്ടുവരാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു റിപ്പോർട്ട് വായിച്ചായിരുന്നു. അതായത് നമ്മുടെ സിറി കോൺവെർസേഷൻസ് ആപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ലോ റെൻറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും തേർഡ് പാർട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സിറി കോൺവെർസേഷൻ ആക്സസ് ചെയ്യുന്നു, അവരെ അത് ലിസൺ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ഒരു പ്രൈവസി വയലേറ്റ് ചെയ്യുന്ന തന്നെ ഒരു കാര്യമാണ്. അതായത് നമ്മൾ പ്രൈവസീനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ സിറി കോൺവെർസേഷൻ മറ്റൊരാൾ, തേർഡ് പാർട്ടി ഒരാൾ കേൾക്കുന്നു, അതിൽ ലിസൺ ചെയ്യുന്നു. അത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് അതിനകത്ത് ഈ ഫീച്ചറിൻ്റെ ഏറ്റവും താഴെ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഹെൽപ്പ് ഇംപ്രൂവ് സിറി ആൻഡ് ഡിക്റ്റേഷൻ ബൈ അലൗവിങ് ആപ്പിൾ ടു സ്റ്റോർ ആൻഡ് റിവ്യൂ ഓഡിയോ ഓഫ് യുവർ സിറി ആൻഡ് ഡിക്റ്റേഷൻ ഇൻറ്ററാക്ഷൻ ഫ്രം ദിസ് ഡിവൈസ്. അതായത് നമ്മളുടെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കിടക്കുമ്പം ആപ്പിളിന് സിറി ഡിക്റ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സിറിയായിട്ട് പല കോൺവെർസേഷൻ നടത്തുന്നു. ആ ഒരു കോൺവെർസേഷൻ ഓഡിയോ ഫയൽസ് ആയിട്ട് ആപ്പിൾ സ്റ്റോർ ചെയ്തും ആ ഒരു ഓഡിയോ ഫയൽസ് ആപ്പിൾ ലിസൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആൾക്കാർ ലിസൺ ചെയ്തിട്ട് അങ്ങനെ നമ്മളുടെ സിറി ഡിക്റ്റേഷൻ, നമ്മുടെ സിറി കോൺവെർസേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് എന്നെപ്പോലെ തന്നെ ഐഫോൺ യൂസേഴ്സായ എല്ലാവരെയും സംബന്ധിച്ചോളം അതത്ര നല്ല കാര്യമല്ല. ആപ്പിൾ നമ്മുടെ കോൺവെർസേഷൻ ലിസൺ ചെയ്യുന്നു, അത് ഒരു പ്രൈവസീനെ ബാധിക്കുന്നതിന് കാര്യമാണ്. കാരണം നമ്മളെ പേഴ്സണൽ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ട് നമ്മൾ മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരു അത്യാവശ്യം നിൽക്കുവാണെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുണ്ടാണ് സിറിനെ. കാരണം ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഞാനിപ്പം എനിക്ക് മറ്റൊരു വർക്കിൽ ഞാൻ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് ഞാൻ സിറിയോട് പറയുകയാണ്, സിറി കോൾ ഇന്നയാളെ വിളിക്കൂ എന്ന് പറയുവാണെങ്കിൽ സിറി നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ചെയ്തു തരും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് സിറി എന്ന് പറയുന്നത്. പക്ഷേ ഈ കോൺവെർസേഷൻ ലിസൺ ചെയ്യുന്നത് അത് നമ്മുടെ പ്രൈവസിനെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തുവാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആപ്പിളിന് നിങ്ങളുടെ വോയിസ് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പിങ്സ് കൊടുക്കാമെന്നാണ്.
അവരുടെ സിറി ഇമ്പ്രൂവ് ചെയ്യാനും ഡിക്റ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും. പക്ഷേ ഞാൻ എന്തായാലും അത് ക്ലോസ് ചെയ്തു. ഇതേപോലെ തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഫീച്ചറാണ് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ സിറി ഡിക്റ്റേഷൻ്റെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഹിസ്റ്ററീസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി നമ്മുടെ ഫോണിൽ സേവ് ആയിരിക്കുന്ന ഹിസ്റ്ററീസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെറ്റിങ്സിനകത്ത് കയറി കഴിയുമ്പം സിറി ആൻഡ് സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സിറി ആൻഡ് ഡിക്റ്റേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിലവിൽ നമ്മുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സെർവറിലേക്ക് നമ്മുടെ ഫോണിൽ നിന്ന് അപ്ലോഡഡ് ആയിട്ടുള്ള സിറി ഡിക്റ്റേഷൻ നമ്മുടെ കോൺവെർസേഷൻസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, നിലവിൽ അപ്ലോഡഡ് അയക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താഴെ മറ്റൊരു പോപ്പ് വരും, ഡിലീറ്റ് സിറി ആൻഡ് ഡിക്റ്റേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിനകത്തുള്ള ഡേറ്റാസ് എല്ലാം അല്ലെങ്കിൽ ഈ സിറി അനുബന്ധിച്ചുള്ള ആപ്പിൾ സെർവറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റാസ് എല്ലാം ഇറേസ് ആയിക്കോളും. അപ്പം ഞാനിവിടെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഞാനത് ഡിലീറ്റ് ചെയ്തു. അപ്പം യുവർ റിക്വസ്റ്റ് വാസ് റിസീവ്ഡ്, യുവർ സിറി ആൻഡ് ഡിക്റ്റേഷൻ ഹിസ്റ്ററി വിൽ ബി ഡിലീറ്റഡ്. അപ്പം ഓക്കെ ഡിസ്മിസ് കൊടുത്തു. അപ്പം എൻ്റെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സെർവറിൽ നിന്ന് കറൻ്റ്ലി സേവ് ചെയ്തേക്കുന്ന എൻ്റെ ഫോണിൽ നിന്ന് സേവ് ചെയ്തേക്കുന്ന എല്ലാ സിറി ഡിറ്റക്ഷൻ ഹിസ്റ്ററിയും ഡിലീറ്റ് ആവും. അതേപോലെ തന്നെ ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ് അനൗൺസ് മെസ്സേജ് വിത്ത് സിറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ ഇത് എയർപോഡൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എയർപോഡ് പ്രോ, എയർപോഡ് സെക്കൻഡ് ജനറേഷൻ, അതുപോലെ തന്നെ എയർപോഡ് ഫസ്റ്റ് ജനറേഷൻ, ഈ എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് തന്നെ ഈ ഒരു ഫീച്ചർ അലൗഡാണ്. അതായത് നമ്മുടെ ചെവിയിൽ എയർപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജസോ നോട്ടിഫിക്കേഷനോ വരുവാണെങ്കിൽ സിറി അത് അനൗൺസ് ചെയ്യും ത്രൂ എയർപോഡ്. നമ്മുടെ എയർപോഡിലോട്ട് മാത്രം അനൗൺസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എയർപോഡ് സിറിക്ക് നിങ്ങളുടെ എയർപോഡിലേക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഈ മെസ്സേജസിൻ്റെ കണ്ടൻസ് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എയർപോഡിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു അടിപൊളി നല്ല ഫീച്ചർ തന്നെയാണ്. അതേപോലെ തന്നെ പിന്നീട് നമുക്ക് കൊണ്ടുവന്ന ഫീച്ചർ എന്ന് പറയുന്നത് സഫാരിക്കകത്ത് നമുക്ക് ലിങ്കുകൾ പ്രിവ്യൂ ചെയ്യാൻ സാധിക്കും. ആ ലിങ്കിലേക്ക് കയറാതെ തന്നെ നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ആപ്പിൾ പേ എന്ന് പറഞ്ഞ ഒരു വിക്കിപീഡിയ ലിങ്ക് ഞാനിവിടെ പ്രിവ്യൂ ചെയ്തു. ആ ലിങ്കിലേക്ക് പോകാതെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി പ്രിവ്യൂ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു പ്രിവ്യൂ ഓപ്ഷൻ നേരത്തെ താഴെയായിരുന്നു, ഈ ഒരു 3D ടച്ച് പ്ലാറ്ററിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറി മേളിലേക്ക് നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷനായിട്ട് തന്നെ ആപ്പിൾ ഇപ്പോൾ കൊടുത്തേക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഹൈഡ് പ്രിവ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രിവ്യൂ ഹൈഡാവും. അതിനുശേഷം നമുക്ക് ആ ഒരു ടാപ്പ് ടു ഷോ പ്രിവ്യൂ എന്നുള്ളതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു പേജിൻ്റെ ഫുൾ റിവ്യൂവും കാണാൻ സാധിക്കും. എന്താണ് അതിനകത്ത് കണ്ടൻസ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ ആ പേജിലേക്ക് പോകാൻ തന്നെ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഹോം കിറ്റിനകത്താണ്. നമുക്കറിയാം അധികം ആൾക്കാരൊന്നും ഹോം കിറ്റ് യൂസ് ചെയ്യത്തില്ല. ഇനി യൂസ് ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ഫീച്ചറായിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നേക്കുന്നത്. അതായത് നിലവിൽ നിങ്ങൾ സെക്യൂരിറ്റി ക്യാമറാസ് വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിൾ ഹോം കിറ്റ് സപ്പോർട്ടുള്ള സെക്യൂരിറ്റി ക്യാമറാസൊക്കെ അല്ലെങ്കിൽ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ തന്നെ അതിൻ്റെ ഫൂട്ടേജ്, ഈ സെക്യൂരിറ്റി ക്യാമറാസിൻ്റെ ഫൂട്ടേജ് സെക്യൂരിറ്റി ക്യാമറാസിൻ്റെ സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി നമ്മുടെ ആപ്പിളിൻ്റെ ഐക്ലൗഡ് സെർവറിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നേക്കുവാണ്. അതൊരു നല്ല ഫീച്ചറാണ്. കാരണം നമ്മളധികം ഈ ഹോം കിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യാത്തില്ലാത്ത കാരണം നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് കുറവാണ്. പക്ഷേ ഹോം കിറ്റ് യൂസ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പം ഈ ഹോം കിറ്റിൻ്റെ യൂസ് ഉള്ളവരായിരിക്കും. അവർക്ക് എന്തായാലും ഇതുപോലത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ് ക്യാമറാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൂട്ടേജും ബാക്കപ്പ് വെക്കുക നമുക്ക് ഇനി ഡയറക്റ്റ് ഐക്ലൗഡിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. മറ്റൊരു തേർഡ് പാർട്ടി കമ്പനിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി കമ്പനിയുടെ സെർവറിലേക്കോ സ്റ്റോർ ചെയ്യാതെ ഡയറക്റ്റ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതൊരു പ്രൈവസി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ആപ്പിൾ കൊണ്ടുവന്നേക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിൾ കൊണ്ടുവന്നേക്കുന്ന മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ ടൺ കണക്കിന് ഇമോജീസ്. ധാരാളം ഇമോജീസാണ് 13.2 അപ്ഡേറ്റിൽ വന്നേക്കുന്നത്. നമുക്കിവിടെ emojipedia.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറുവാണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. ധാരാളം പുതിയ ഇമോജീസ് വന്നിട്ടുണ്ട്. ഏകദേശം 10-60ഓളം ഇമോജീസാണ് ആപ്പിൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓരോന്നും എടുത്തെടുത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. പുതിയ സാറ്റാൻഡ് ഇമോജി, പുതിയ പ്ലാനറ്റുകളുടെ ഇമോജി, അതേപോലെ തന്നെ സർവീസ് ഡോഗിൻ്റെ ഇമോജി, പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൈ പിടിച്ചിരിക്കുന്ന കപ്പിൾസിൻ്റെ അത് നമുക്ക് പലതായിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കപ്പിൾസിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഏത് സ്കിൻ ടോൺ കളറിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കപ്പിൾസിനെ വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് തന്നെ ഇൻഡിവിജ്വലി സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതെന്തായാലും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു കാര്യത്തിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഓരോ ഇമോജി
ഇമോജീസിനെ ഇനി അറേഞ്ച് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമോജി ഫേസസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള സാധ്യത ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇമോജീസിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റങ്ങൾ നമുക്കിനി ഈ ഒരു ഫീച്ചറിലൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പല ഇമോജീസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇമോജീസ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ പോയി ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നീട് ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു മാറ്റമാണ് നമ്മുടെ ഐക്ലൗഡ് ബാക്കപ്പ് എടുക്കുന്ന സമയത്ത്. പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് ബാക്കപ്പ് എടുക്കുന്ന സമയത്ത് അത് ബാക്കപ്പ് ആകത്തില്ല. ബാക്കപ്പ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താലും ബാക്കപ്പ് ആകത്തില്ല. ആ ഒരു സാഹചര്യം അത് ആപ്പിൾ ഇപ്പം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാത്തതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുവരെ ബാക്കപ്പ് എടുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ ഇനി ആ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. ആപ്പിൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പുതിയതായിട്ട് ആപ്പിൾ കൊണ്ടുവന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്കിംഗ് ടെസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി iOS 13.1.3 ചെയ്ത് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ചെയ്ത ഒരു ബെഞ്ച് മാർക്ക് സ്കോറുണ്ട് എൻ്റെ കയ്യിൽ. ഞാനപ്പം ഈ 13.2 അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ ആ ബെഞ്ച് മാർക്ക് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഐഫോണിൻ്റെ എൻ്റെ ആ സ്പെസിഫയർ നമ്പരും അതേപോലെ തന്നെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 13.2 ആണ് ഞാൻ റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ബെഞ്ച് മാർക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിനുശേഷം ആ സ്കോറുകളിലേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്കിപ്പം കിട്ടുന്ന ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് സിംഗിൾ കോർ സ്കോർ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം 4820 ആണ്. അതേപോലെ തന്നെ മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത് 11397 ആണ്. അതിപ്പം നമ്മുടെ iOS 13.2 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ സ്കോറാണ്. ഇനി ഞാൻ നിങ്ങളുടെ പ്രീവിയസ് സ്കോർ കാണിക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നതാണ് 13.1.3 ചെയ്തപ്പോൾ കിട്ടിയ സ്കോർ എന്ന് പറയുന്നത്. സിംഗിൾ കോർ സ്കോർ എന്ന് പറയുന്നത് 3417 മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത് 8043. അപ്പം വലിയൊരു ഡിഫറൻസ് തന്നെയാണ് ഇപ്പം അപ്ഡേറ്റ് ചെയ്തപ്പം iOS 13.2 അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാവും ഇതാണ് 13.1.3 സ്കോർ എന്ന് പറയുന്നത്. ഇത് 13.2 സ്കോർ എന്ന് പറയും. തീർച്ചയായിട്ടും പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് അതിവിടെ റിഫ്ലക്റ്റും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 13.2 പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ബട്ടണും മറക്കാതെ എനേബിൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. എൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ് ഔട്ട്.